ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പാതിരാമണലിൻ്റെ ചാരത്തുനിന്ന് നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ച കുറച്ച് പള്ളത്തിയാണ്. ഇത് കണ്ടോ, ഇത്തരം പള്ളത്തിയുണ്ട് കണ്ടോ. ഞാനും ചിറ്റപ്പനും കൂടെ ഇത് വെട്ടി വറക്കാനുള്ള പദ്ധതിയാണ്. ചിറ്റപ്പ പറഞ്ഞല്ലേ, അപ്പോൾ വെട്ടിക്കൊടുത്താൽ വറുത്ത് തരാമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കിട്ടുമോ? ഏത് വേസ്റ്റാണ് വെള്ളത്തിൽ നമുക്ക് വെള്ളത്തിയിടാം. കൊക്ക് കുത്തിയാൽ മതിയോ അതോ തല കളഞ്ഞേക്കാനോ? തല കളഞ്ഞേക്കാം. ആ അങ്ങനെയല്ല, കൊക്ക് കുത്തുന്ന വയറ് മാത്രമേ കളയത്തുള്ളൂ. ചെതുമ്പൊന്നില്ലേ? അപ്പം അങ്ങനെ ആർഷേ, എനിക്ക് മീൻ വെട്ടാൻ അറിയാം എന്ന് കരുതി ഇതൊരു ശീലമാക്കണ്ട. ഈ കരിയുള്ള കാലം എടുത്തോണ്ടാണ് ഇരിക്കാൻ വരുന്നത്. അപ്പോൾ ഇത് നമ്മളിത് വെട്ടി ക്ലീൻ ചെയ്ത് നമ്മൾ വറുത്ത് ചോറും കാണാനും ഒക്കെ ഒന്നും വേണ്ട. ഇത് കടലിൽ പഞ്ഞാണ്. പിച്ചാത്തിക്ക് എത്തുന്ന ആയിരുന്നു സൗകര്യം ഇല്ല ഇറ്റപ്പ, ഈ ചെതുമ്പാനൊക്കെ അല്ലേ? അതെ, തിരിച്ച് ചെതുമ്പരുത്, ഒരു സൈഡിലോട്ട് മാത്രം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. തന്നെ പത്താരൊക്കെ എടുത്തോണ്ട് വന്നു തന്നെ സ്റ്റേഡിയമാണോ ഇത്? നിങ്ങൾ എന്തെങ്കിലും ഗെയിം കണ്ടോണ്ടിരിക്കുകയാണോ? പത്താരൊക്കെ ഇട്ട് വന്നല്ലോ. അവളുമാര് തേച്ച് തരുവേ? അച്ഛൻ എന്നെ തെച്ചു തരുമോ? ആ കൊള്ളാം, പിടിക്കാലോ. നമ്മളൊക്കെ പഠിക്കണ്ട കേട്ടോ. ആ നമുക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പിള്ളേർ പാത്രം കഴുകും, പിള്ളേർ തുണി അലക്കും, പിള്ളേർ മീൻ വെട്ടും, എന്നിട്ട് കൈ മുറിക്കും, എന്നിട്ട് പിള്ളേരത് തിരുമ്പിക്കൊടുക്കും. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പള്ളത്തിൽ മൊത്തം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത പരിപാടിയാണെങ്കിൽ പോലും ഞങ്ങൾ ഒരു സമയം എടുത്ത് വെട്ടിയല്ലേ ഇപ്പം. അപ്പോൾ ഇനി നമ്മളിത് ചട്ടിക്കലത്തിൽ ഇച്ചിരി ഉപ്പുമൊക്കെ ഇട്ട് വാഴയിലൊക്കെ പറിച്ച് കയറിയിട്ട് ആണോ ഇറ്റപ്പ? പിന്നെ ഞാൻ ചെയ്തിട്ട് ചിറ്റപ്പൻ ചെയ്യും, അങ്ങനെ പറയില്ലേ. അപ്പോൾ നമ്മളിത് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് വറക്കാം അല്ലേ? വറുത്ത് തന്നോ ഇറ്റപ്പ? വറുത്ത് തരണോ നീ? ഞാൻ തന്നെ ചെയ്ത് തരണമല്ലേ? കല്ലുപ്പണ്ടി ഇതിട്ടിട്ട് കല്ലുപ്പിടാം. തുറന്നോട്. പോരെ ഈ വെള്ളം കളഞ്ഞിട്ട് ഇച്ചിരി വെള്ളം കഴുകിയെടുക്കാം. വെള്ളത്തിൽ വെളുക്കും. അതെ ശരി. കലത്തിലിട്ട് തേക്കാൻ വെളുക്കാഞ്ഞിട്ടല്ല, പിള്ളേരുടെ ഒരാഗ്രഹം. അവരല്ല മോനെ, ഈ കല്ലയിലിട്ട്, ഈ കല്ലയിൽ അത് നിങ്ങൾ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് വെളുപ്പിക്കണമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പോയി കുളിച്ചോണം കേട്ടോ. ഇല്ല കുറച്ചോട്ടെ. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളത്, ചിറ്റപ്പന് പുറത്തേക്ക് പോകേണ്ടതുകൊണ്ട് അമ്മാമ്മ പുറത്ത് വരാമെന്ന് പറഞ്ഞു. അപ്പം അമ്മാമ്മ അതിനുള്ള അവരുടെ പൊടിക്കൈ ചെയ്തുകൊണ്ടിരിക്കുക. എരിവ് കുറച്ച് മതി അമ്മ. അതെന്നാ കുരുമുളക് പൊടിയോ? കുരുമുളക് പൊടി ഏതാണ്? ഉള്ളത് മതിയെന്നേ.
ഇതന്നെ കുരുമുളകാ. പോരെ മഞ്ഞൾ പോരെ പോരെ മതി. ഇപ്പം ആദ്യമായിട്ട് മതി. അധികം എരിവ് വേണ്ട, പിള്ളേർക്ക് കുരുമുളക് പൊടി ഉള്ളതല്ലേ. എത്ര നാളായി ഉപ്പിലിട്ടോ അമ്മ അത്? ഉപ്പിലിട്ട നെല്ലിക്ക. ആ കുറച്ച് വറുത്താൽ മതിയോ അമ്മ? പിടിച്ചിടാറായില്ലേ? ആയില്ലേ? പിന്നെ കുഴപ്പം. ഇതിന് എണ്ണ തോരാൻ വേണ്ടി അങ്ങനെ വെക്കുന്നത്. വറുത്തിട്ടില്ലേ എണ്ണ മുഴുവനും പാത്രത്തില്. ഇതിൽ നിന്ന് എടുക്കുവാണേ. അടിപൊളിയാ. ഈ അധികം മസാല ഒന്നും ഇടാതെ വറക്കുന്നതാണല്ലോ അല്ലേ? മസാല ഇട്ടില്ല ഒരു ഗുണമുണ്ടാവില്ല. ആ അങ്ങനെ മസാല ചോറിനായിരിക്കുവാണോ? കറി വന്നോ? ഇത് പച്ചടി. ഇതെന്നാ അച്ചു? ഈ കറിയുടെ പേരെന്നാ അച്ചു? ആ ഇവിടെ താഴെ ഇരിക്കും. ഞങ്ങൾക്ക് താഴെ ഇരുന്നാൽ മതി. ഇപ്പം വീണാനെ. ഉണ്ണിയേ, ആ ഞാനും ഇട്ടിരിക്കാമേ.
ഒന്നെടുത്ത് കഴിക്കണി കഴിച്ചിട്ട് കഴിയുമ്പോൾ പോകും. ആ ആ പിഴിഞ്ഞോ ആരെയൊക്കെ പിഴിഞ്ഞു കഴിച്ചു ചിറ്റപ്പോ വാ എടുക്ക് ഇത് തന്നെ എടുക്കുക. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഞാനും ചിറ്റപ്പനും കൂടെ വെട്ടി ക്ലീനാക്കിയ മീൻ അമ്മമ്മ ഇവിടെ വറുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ദേ പിള്ളേർ കഴിക്കുന്നുണ്ട്. പിള്ളേർ താഴെ ഇരുന്ന് കഴിക്കണേ. താഴെ ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സുഖമൊന്നും വേറെ തന്നെയാണ്. ചിറ്റപ്പ വായിട്ടപ്പാ ഇതൊന്നും എടുക്കിട്ടപ്പാ അതന്നെ ഇറ്റപ്പാ ആ മതിയോ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വെച്ചുകൊണ്ടിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെ നല്ല മണം അടിക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ വരെ ടാറ്റാ ബൈ ബൈ. എന്നായിട്ടപ്പാ